ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് 4 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളുടെ വളർച്ച ശക്തിപ്പെടുത്തുന്നതിന് നവചേതനയിൽ നിർദ്ദേശിച്ചിരിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാം. ദയവായി 10ാം ഗൃഹസന്ദർശനത്തിന് മുൻപ് ഈ വീഡിയോ കണ്ടുവെന്ന് ഉറപ്പുവരുത്തുക. ഗൃഹസന്ദർശന വേളയിൽ 4 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾ കൈവരിക്കേണ്ട പ്രധാന വളർച്ചാഘട്ടങ്ങളെക്കുറിച്ച് മാതാപിതാക്കളോട് വിശദീകരിക്കുക. അതിനുശേഷം വീഡിയോയിൽ നിർദ്ദേശിക്കുന്ന ലളിതമായ പ്രവർത്തനങ്ങൾ കുഞ്ഞിനൊപ്പം ചെയ്ത് മാതാപിതാക്കളെ കാണിക്കുക. ഇത് കണ്ടു പഠിച്ച ശേഷം എല്ലാ ദിവസവും കുഞ്ഞിനോടൊപ്പം ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ മാതാപിതാക്കളെയും മറ്റു കുടുംബാംഗങ്ങളെയും പ്രോത്സാഹിപ്പിക്കുക. ഈ പ്രവൃത്തികളിലൂടെ സാധാരണഗതിയിൽ 6 മാസം പ്രായമാകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. താങ്ങോടുകൂടി ഇരിക്കാനും തല ഉറപ്പിച്ചു നിർത്താനും സാധിക്കുന്നു. ശബ്ദം കേൾക്കുന്ന ദിശയിലേക്ക് തല തിരിക്കുന്നു. വസ്തുക്കളിൽ പിടിക്കാൻ ശ്രമിക്കുന്നു. ഉച്ചത്തിൽ ചിരിക്കുകയും ആ, ഈ, ഊ തുടങ്ങിയ ശബ്ദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. കണ്ണാടിയിൽ സ്വന്തം രൂപം കാണുമ്പോൾ ചിരിക്കുകയോ സന്തോഷം പ്രകടിപ്പിക്കുകയോ ചെയ്യുന്നു. കുഞ്ഞിനോടൊപ്പം എല്ലാ ദിവസവും സ്നേഹത്തോടെ ഇത്തരം ലളിതമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ഈ വളർച്ചാഘട്ടങ്ങൾ കൃത്യസമയത്ത് കൈവരിക്കാൻ അവരെ സഹായിക്കുന്നു. നവചേതന നിർദ്ദേശിക്കുന്നതനുസരിച്ച് 4ാം മാസത്തിൽ കുഞ്ഞുങ്ങൾക്ക് നൽകേണ്ട പ്രധാന പരിശീലനങ്ങൾ ഇവയാണ്: തേനീച്ചയെ പിന്തുടരുക, സാധനങ്ങൾ കൈയെത്തുക, ശബ്ദങ്ങൾ അനുകരിക്കുന്നത്, കുഞ്ഞിനോട് സംസാരിക്കുന്നത്. സാധനങ്ങൾ കൈയെത്തിപ്പിടിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന ലളിതമായ കളികളിലൂടെ ഈ അമ്മ തന്റെ കുഞ്ഞിന്റെ കൈവിരലുകളും കാൽവിരലുകളും എങ്ങനെയാണ് ശക്തിപ്പെടുത്തുന്നതെന്ന് നോക്കാം. വാവേ, ഇങ്ങോട്ട് നോക്ക്. ഇത് വേണോ? ദാ പിടിച്ചോ. ആ, ഒന്നുകൂടി പിടിച്ചേ. നല്ല കുട്ടി. ഇനിയും വേണോ ഇത്? ഇനിയും പിടിക്കോ? അതെ, ഇത്തരം ലളിതമായ കാര്യങ്ങൾ പതിവായി ചെയ്യുന്നതിലൂടെ ഒരു കുഞ്ഞിന്റെ ആദ്യത്തെ 3 വർഷത്തെ വളർച്ചയ്ക്ക് കരുത്തുറ്റ പിന്തുണ നൽകാൻ കുഞ്ഞിനെ പരിചരിക്കുന്നവർക്ക് സാധിക്കും.